നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ എല്ലാവരും പറയാറില്ലേ, എന്തിനാ വിഷമിക്കുന്നേ, ദൈവം കൂടെ ഉണ്ട്, ദൈവം നിന്നെ കാത്തോളും എന്നൊക്കെ. പക്ഷെ നമുക്ക് ശരിക്കും നമ്മുടെ പ്രശ്നങ്ങളിൽ കൂടെ പോകുമ്പോൾ ആ ഒരു ബോധ്യം വരുമ്പോൾ ഉണ്ടല്ലോ, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്, പിന്നെ നിനക്ക് പേടിക്കാനായിട്ട് ആരും കാണില്ല, നിനക്ക് പേടിക്കേണ്ടതായിട്ടേ ഇല്ല. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആരാ നിനക്കെതിരെ നിൽക്കാൻ പോണേ? ആ ബോധ്യം നമുക്ക് വന്നാണ്ടല്ലോ, നമ്മൾ ഈ സൂപ്പർ ഹീറോസ് പോലാവും. സ്പൈഡർമാൻ, സൂപ്പർമാൻ, വണ്ടർ വുമൻ, ആ ഒരവസ്ഥയിലോട്ടെത്തും. ജീവിതത്തിൽ നമ്മൾ പല സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്കായി പോകുന്നൊരു ഫീലിംഗ് വരും. നമ്മൾ പ്രതീക്ഷ പോലെ നമ്മുടെ കൂടെ നമ്മൾ സ്നേഹിച്ചവരൊന്നും നമ്മുടെ കൂടെ കാണില്ല. ചിലപ്പോൾ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് നമ്മൾ ഒത്തിരി സ്നേഹിച്ച ആൾക്കാർ നമ്മുടെ കൂടെ എന്നും കാണുമെന്ന് വിചാരിച്ചവർ നമ്മുടെ കൂടെ ചിലപ്പോൾ കാണില്ല. പക്ഷേ നിൻ്റെ ദൈവം ഒരിക്കലും വാക്ക് മാറാത്തവൻ നിൻ്റെ കൂടെ എന്നും കാണും. അവൻ മതി, അവൻ ഒരാളും മതി നിനക്ക്. പിന്നെ നിനക്ക് ജീവിക്കാൻ, പിന്നെ നിനക്ക് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ദൈവം ഉണ്ടെങ്കിൽ, ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോർ ദാൻ എനഫ്. ചില സമയത്ത് വിഷമം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കാനാ, അവർക്ക് ആർക്കും എന്നെ വേണ്ട, പിന്നെ ഞാനിനി ആർക്ക് വേണ്ടി ജീവിക്കാനാ? ആ സമയത്ത് ആലോചിക്കണം, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും. എൻ്റെ ദൈവം എന്നെ ഈ ലോകത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പൂർത്തിയാക്കിയിട്ടേ പോവാം. ദൈവത്തിന് വേണ്ടി ജീവിക്കുക. And then you will have a beautiful future. You will have a beautiful hope in life. ആ ഒരു ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത്, ഒരാശ്രയം ഉണ്ടല്ലോ, ദൈവത്തിലുള്ള ഒരു ബ്ലൈൻഡ് ആശ്രയം, that will keep you going no matter what happens in your life. And I really mean it when I say no matter what happens in your life. Stay strong.